ഡിയർ സ്റ്റുഡൻസ്, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ദി സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ എക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ 1757 to 1857 എന്നുള്ളത്. 1757 മുതൽ 1887 വരെയുള്ള ഗവൺമെൻറ് ഘടനയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും എന്നാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ആദ്യം നമ്മൾ ഗവൺമെൻറ് ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും അതുപോലെ വാണിജ്യ നയങ്ങളെക്കുറിച്ചും വാർത്താവിനിമയ ഗതാഗത മാർഗങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അക്കാലഘട്ടത്തിലെ ലാൻഡ് റവന്യൂ പോളിസിയെക്കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഭൂനികുതി വരുമാന നയം. കയറ്റുമതിക്കായി കൈവേല നിർമ്മിത വസ്തുക്കളും മറ്റ് ചരക്കുകളും വാങ്ങുന്നതിനും രാജ്യം മുഴുവൻ കീഴടക്കി ബ്രിട്ടീഷ് അധികാരം ഉറപ്പിക്കുന്നതിനുള്ള ചെലവുകൾ വഹിക്കുന്നതിനും അക്കാലത്തെ നിലവാരത്തിൽ അതിഭീമമായ ശമ്പളങ്ങൾ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവി വഹിക്കുന്ന ആയിരക്കണക്കിന് ഇംഗ്ലീഷുകാർക്ക് നൽകാനും ഗ്രാമങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും കടന്നെത്തുന്നതിന് സാമ്രാജ്യത്തെ സഹായിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഭരണ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള നികുതി വരുമാനം ആവശ്യമായിരുന്നു. ഇപ്പം ഇന്ത്യയിലെ കർഷകന്റെ നികുതി ഭാരം വർദ്ധിച്ചതാണ് ഇതിനുള്ള കാരണം. വാസ്തവത്തിൽ 1813 വരെയുള്ള ഭരണത്തിലെയും നീതിന്യായ സംവിധാനത്തിലെയും ഏതാണ്ട് എല്ലാ പ്രധാന മാറ്റങ്ങളും ഭൂനികുതി ശേഖരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. കമ്പനിയുടെ കച്ചവടത്തിനും ലാഭത്തിനുമുള്ള പണവും ഇന്ത്യയിലെ ഭരണത്തിൻ്റെ ബ്രിട്ടീഷ് വ്യാപനത്തിലുള്ള യുദ്ധങ്ങളുടെ ചെലവുകേണ്ട മുഖ്യ ഭാരം ഇന്ത്യയിലെ കർഷകൻ്റേതായിരുന്നു. വാസ്തവത്തിൽ അവരിൽ നിന്ന് ഭാരിച്ച നികുതി പിരിക്കാതെയായിരുന്നുവെങ്കിൽ ഇതുപോലെ വിസ്തൃതമായ ഒരു രാജ്യം കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കയറ്റുമതിക്ക് വേണ്ടിയിട്ട് കൈവേല നിർമ്മിത വസ്തുക്കളും മറ്റ് ചരക്കുകളും വാങ്ങുന്നതിനും രാജ്യം മുഴുവൻ കീഴടക്കി ബ്രിട്ടീഷ് അധികാരം ഉറപ്പിക്കുന്നതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനും അക്കാലത്തെ നിലവാരത്തിൽ അതിഭീമമായ ശമ്പളങ്ങൾ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവി വഹിക്കുന്ന ആയിരക്കണക്കിന് ഇംഗ്ലീഷുകാർക്ക് നൽകാനും ഗ്രാമങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും കടന്നെത്തുന്നതിന് സാമ്രാജ്യത്തെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭരണ ചെലവുകൾ നിർവഹിക്കുന്നതിനുമായിട്ട് കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നുള്ള നികുതി വരുമാനം ആവശ്യമായിരുന്നു. ഇന്ത്യയിലെ കർഷകന്റെ നികുതി ഭാരം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ 1813 വരെയുള്ള ഭരണത്തിലെയും നീതിന്യായ സംവിധാനത്തിലെയും ഏതാണ്ട് എല്ലാ പ്രധാന മാറ്റങ്ങളും ഭൂനികുതി ശേഖരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. കമ്പനിയുടെ കച്ചവടത്തിനും ലാഭത്തിനുമുള്ള പണവും ഇന്ത്യയിലെ ഭരണത്തിൻ്റെയും ബ്രിട്ടീഷ് വ്യാപനത്തിലുള്ള യുദ്ധങ്ങളുടെയും ചെലവും നൽകേണ്ട മുഖ്യ ഭാരം ഇന്ത്യൻ കർഷകനായിരുന്നു. വാസ്തവത്തിൽ അവനിൽ നിന്ന് ഭാരിച്ച നികുതി പിരിക്കാതെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ വിസ്തൃതമായ ഒരു രാജ്യം കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമായിരുന്നില്ല. ആദ്യകാലം മുതൽ ഇന്ത്യയിലെ രാജ്യവ്യവസ്ഥിതി കാർഷിക ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ഭൂനികുതിയായിട്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരിട്ട് സ്വന്തം ഉദ്യോഗസ്ഥരിലൂടെയോ പരോക്ഷമായ ജമീന്ദാർ, നികുതി ലേലക്കാർ എന്നിങ്ങനെയുള്ള ഇടനിലക്കാരിലൂടെയോ ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടനിലക്കാര് കൃഷിക്കാരനിൽ നിന്ന് നികുതി പിരിക്കുകയും ഒരു ഭാഗം കമ്മീഷനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു. ഈ ഒരു ഇടനിലക്കാരൻ മുഖ്യമായി ഭൂനികുതി ശേഖരിക്കുന്നവരായിരുന്നു. നികുതി പിരിക്കുന്ന പ്രദേശത്ത് സ്വന്തമായി ഭൂമി ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാമെങ്കിലും ഈ ഇടനിലക്കാർ മുഖ്യമായ ഭൂനികുതി ശേഖരിക്കുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ആദ്യകാലം മുതൽ തന്നെ ഇന്ത്യയിലെ രാജ്യവ്യവസ്ഥിതി കാർഷിക ഉൽപാദനത്തിൻ്റെ ഒരു ഭാഗം ഭൂനികുതിയായിട്ട് കൈവശപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. നേരിട്ട് സ്വന്തം ഉദ്യോഗസ്ഥരിലൂടെയോ പരോക്ഷമായി ജമീന്ദാർ, നികുതി ലേലക്കാരൻ എന്നിങ്ങനെയുള്ള ഇടനിലക്കാരിലൂടെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടനിലക്കാർ കൃഷിക്കാരനിൽ നിന്ന് നികുതി പിരിക്കുകയും ഒരു ഭാഗം അവർ കമ്മീഷനായിട്ട് മാറ്റിവെക്കുകയും ചെയ്യും. ഈ ഇടനിലക്കാർ മുഖ്യമായ ഭൂനികുതി ശേഖരിക്കുന്നവരായിരുന്നു. നികുതി പിരിക്കുന്ന പ്രദേശഭൂമി അവർക്ക് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഇടനിലക്കാർ മുഖ്യമായി ഭൂനികുതി ശേഖരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇനി നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂനികുതി നയത്തെക്കുറിച്ച് പറയാം. അതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സ്ഥിര ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ നികുതി വരുമാനത്തിന് മേൽ, അതായത് ദിവാനി എന്ന് പറഞ്ഞാൽ നികുതി വരുമാനമാണ്, ഇതിന് മേൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1765 ഒരു നിയന്ത്രണം കൊണ്ടുവന്നു.
തുടക്കത്തിൽ പഴയ നികുതി സമ്പ്രദായം തുടർന്നു പോകാൻ കമ്പനി ഒരു ശ്രമം നടത്തി. ശേഖരിക്കേണ്ട ലക്ഷ്യത്തുക 1722 നിന്ന് 1,42,90,00,000 രൂപ ആയിരുന്നത് 1764 1,81,80,000 രൂപ എന്നുള്ള രീതിയിലും 1771 അത് 2,34,00,000 രൂപ എന്ന രീതിയിലേക്കും അത് ഉയർത്തി. അപ്പോൾ ഭൂനികുതി നേരിട്ട് പിരിച്ചെടുക്കണമെന്ന് 1773 തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ തുക ലേലം പറഞ്ഞവർക്ക് വാറൻ ഹേസ്റ്റിങ്സ് നികുതി പിരിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പരീക്ഷണം വിജയിച്ചില്ല. ജമീന്ദാർമാരും മറ്റു ഊഹക്കച്ചവടക്കാരും തമ്മിൽ മത്സരിച്ച് ഈ തുക വളരെ ഉയർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ പിരിച്ച തുക ഓരോ വർഷവും വ്യത്യാസപ്പെടാൻ തുടങ്ങി. അതൊരിക്കലും ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ളതായിരുന്നില്ല. കമ്പനി പണത്തിനു വേണ്ടി ഏറെ വിഷമിച്ചിരുന്ന ആ സമയത്ത് ഈ ഒരു അസ്ഥിരത വന്നതോടുകൂടി അവർ ഈ ഒരു നിയമത്തിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. തന്നെയല്ല, അടുത്ത വർഷത്തെ നികുതി നിർണയം എന്തായിരിക്കുമെന്നോ ആരായിരിക്കും അടുത്ത വർഷം നികുതി പിരിക്കുന്നതെന്നോ അറിയാതെ കർഷകനോ ജമീന്ദാരോ വിളകൾ മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. ഈ ഒരു സമയത്താണ് ഒരു സ്ഥിര തുകയായി ഭൂനികുതി നിജപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന വന്നത്. ഒടുവിൽ ഏറെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം 1793 കോൺവാലിസ് പ്രഭു ബംഗാളിലും ബീഹാറിലും പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പിലാക്കി. അതിന് 2 പ്രധാന സവിശേഷതകളാണുള്ളത്. ഒന്ന്, ജമീന്ദാർമാരും നികുതി പിരിവുകാരും ഭൂപ്രഭുക്കന്മാരായിട്ട് മാറി. കർഷകരിൽ നിന്ന് ഭൂനികുതി പിരിക്കുന്നതിൽ അവ ഗവൺമെന്റ് പ്രതിനിധികളായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല, അവരുടെ സ്വത്തവകാശം പാരമ്പര്യം വഴിയും കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ട് മാറി. അതേസമയം കൃഷിക്കാര് കുടിയാന്മാരെന്ന താഴ്ന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും കുറെ കാലങ്ങളായിട്ട് അവർ അനുഭവിച്ചു പോന്ന മര്യാദ പ്രകാരമുള്ള അവകാശങ്ങൾ അവർക്ക് ഇല്ലാതാവാൻ തുടങ്ങുകയും ചെയ്തു. മേച്ചിൽ സ്ഥലത്തിന്റെയും വനഭൂമിയുടെയും കനാലിന്റെയും മത്സ്യബന്ധനത്തിന്റെയും കൃഷിയിടത്തിന്റെയും ഉപയോഗവും പാട്ടവർദ്ധനയ്ക്കെതിരെ സംരക്ഷണവുമാണ് അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയത്. വാസ്തവത്തിൽ ബംഗാളിലെയും ബീഹാറിലെയും കുടിയാന്മാര് ജമീന്ദാർമാരുടെ കാരണത്തിലേക്ക് മാറി. കമ്പനി ആവശ്യപ്പെടുന്ന ഭീമമായ ഭൂനികുതി സമയത്തിന് തന്നെ അടയ്ക്കാൻ ജമീന്ദാർമാരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത, ജമീന്ദാർമാർ കർഷകരിൽ നിന്ന് പിരിക്കുന്ന തുകയിൽ 11/10 ഭാഗം രാജ്യത്തിന് അടയ്ക്കണം. 11/1 ഭാഗം മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഭൂനികുതിയായി അവർ നൽകേണ്ട തുക എന്നേക്കുമായിട്ട് നിജപ്പെടുത്തി. ജമീന്ദാർമാരുടെ നിലത്തിൽ കൃഷിയുടെ വിളവിന്റെ വർധനവിനാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ പാട്ടത്തുക വർദ്ധിച്ചാൽ ആ വർധനയുടെ മുഴുവൻ തുകയും ജമീന്ദാർമാർ തന്നെ സൂക്ഷിക്കും. ഗവൺമെന്റ് അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങുകയില്ല. അതേസമയം ഏതെങ്കിലും കാരണത്താൽ വിളകൾ നശിച്ചാലും ജമീന്ദാർ നൽകേണ്ട തുക കൃത്യമായ സമയത്തിന് നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിള നശിച്ചു പോയാലും ജമീന്ദാർമാർ ആ തുക നൽകണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ തുക കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കും. അതല്ലെങ്കിൽ അയാളുടെ ഭൂമി വിൽക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒരു കൃത്യമായ ഒരു നികുതി വ്യവസ്ഥ, വിള ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായൊരു നികുതി ഗവൺമെന്റിലേക്ക് എത്തണമെന്നുള്ള ഒരു വ്യവസ്ഥയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. തുടക്കത്തിൽ നികുതി നിർണയം നടത്തിയത് ജമീന്ദാർമാരോട് കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചതാണ്. കഴിയുന്നത്ര തുക നേടിയെടുക്കാനായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫലമായിട്ട് വളരെ ഉയർന്ന നികുതി നിരക്കുകളാണ് നിർണ്ണയിക്കപ്പെട്ടത്. 1765-66 1793 ഇടയ്ക്ക് ആവശ്യപ്പെട്ട ഭൂനികുതി നിരക്ക് ഇരട്ടിയോളമായിട്ട് വർദ്ധിച്ചു. പെർമനന്റ് സെറ്റിൽമെന്റ് രൂപകൽപ്പന ചെയ്യുകയും പിന്നീട് ഗവർണർ ജനറൽ എന്ന നിലയിൽ കോൺവാലിസിന്റെ പിൻഗാമിയാകുകയും ചെയ്ത ജോൺ ഷോർ കണക്കാക്കിയത് ബംഗാളിലെ മൊത്തം ഉൽപാദനം 100 ആണെങ്കിൽ അതിൽ നിന്ന് ഗവൺമെന്റ് 45-ഉം ജമീന്ദാരും അവർക്ക് താഴെയുള്ള മറ്റു മധ്യസ്ഥരും കൂടി 15-ഉം അവകാശപ്പെടുകയും വെറും 40 മാത്രം യഥാർത്ഥ കർഷകന് അവശേഷിക്കുകയും ചെയ്യുമെന്നതാണ്. അടച്ചു തീർക്കാൻ കഴിയാത്തവണ്ണം ഉയർന്നിരുന്ന ഈ ഭൂനികുതി ആവശ്യപ്പെടലിന്റെ ഒരു ഫലം 1794-ലും 1807-നും മധ്യേ ഏതാണ്ട് പകുതിയോളം ജമീന്ദാരി ഭൂമികൾ വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് പ്രകാരം തുടക്കത്തിൽ ഈ നികുതി നിർണയിച്ചതൊക്കെ ജമീന്ദാർമാരോട് കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചതാണ്.
അപ്പോൾ കഴിയുന്നത്ര തുക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഫലമായിട്ട് ധാരാളം നികുതി വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കോൺവാലിസിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ജോൺ ഷോർ പറയുന്നത്, ബംഗാളിലെ മൊത്തം ഉൽപാദനം 100 ആണെങ്കിൽ അതിൽ നിന്ന് ഗവൺമെൻറ് 45 ജമീന്ദാർമാരും അവർക്ക് താഴെയുള്ള മറ്റ് മധ്യവർത്തികളും 15 അവകാശപ്പെടും. വെറും 40 മാത്രമാണ് കർഷകന് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ ഒരു ഭൂമി വിൽപ്പനയ്ക്ക് വെക്കുന്ന അവസ്ഥയിലേക്കോ ആ ഒരു കർഷകനിൽ നിന്ന് മാക്സിമം അവർ പിഴിഞ്ഞെടുത്തിട്ടും അടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു ഭൂമി വിൽപ്പനയ്ക്ക് വെക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥ നോക്കുമ്പോൾ ജമീന്ദാരി ഭൂമികൾ പകുതിയോളം വിൽപ്പനയ്ക്ക് വെക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 1793 മുമ്പ് ബംഗാളിലെയും ബീഹാറിലെയും ജമീന്ദാർമാർ മിക്ക ഭൂമിയിലും സ്വത്തവകാശം അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് അവരെ ഭൂസ്വത്തിന് ഉടമകളാക്കി മാറ്റിയത്? അതൊരു തെറ്റിദ്ധാരണയുടെ ഫലമാണെന്നുള്ള ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. അക്കാലത്ത് ഇംഗ്ലണ്ടിലെ കൃഷിയുടെ കേന്ദ്രബിന്ദു ഭൂവുടമയായിരുന്നു. ജമീന്ദാര് ഇന്ത്യയിലെ ഭൂവുടമയാണെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയത്. എന്നാൽ ഇവരുടെ നിലകൾ തമ്മിൽ പ്രധാന രീതിയിൽ വ്യത്യാസമുണ്ടെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. അങ്ങനെ അവയെ വ്യക്തമായിട്ട് അവർ തരംതിരിച്ചു. ബ്രിട്ടനിലെ കുടിയാനുമായിട്ട് ബന്ധപ്പെടുന്നതും ഗവൺമെൻറ്റുമായി ബന്ധിപ്പിക്കുന്നതും ആരാണ്? ഭൂവുടമയാണ്. എന്നാൽ ബ്രിട്ടനിലെ ഭൂവുടമയെ പോലെയല്ല ബംഗാളിലെ ഭൂവുടമ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനാണ്. ഇവിടെ നികുതി പിരിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ബംഗാളിലെ ഭൂവുടമ. അദ്ദേഹം ഗവൺമെൻറ്റുമായിട്ട് നികുതി കാര്യങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ആളാണ്. വാസ്തവത്തിൽ അയാൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുടിയാൻ എന്ന സ്ഥാനം മാത്രമാണ് ഉള്ളത്. വരുമാനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഭൂനികുതിയായി നൽകിയ ബ്രിട്ടീഷ് ഭൂവുടമയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ജമീന്ദാർ ഉടമയാണെന്ന് കരുതപ്പെടുന്ന ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 11/10 നികുതിയായി നൽകാൻ ബാധ്യസ്ഥനാണ്. നികുതി സമയത്തിന് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളെ ഭൂമിയിൽ നിന്ന് അപമാനകരമായ രീതിയിൽ പുറത്താക്കാനും ആ ഭൂമി വിൽക്കാനും അവകാശമുണ്ട്. 1793 മുമ്പ് ബംഗാളിലെയും ബീഹാറിലെയും ജമീന്ദാർമാർ മിക്ക ഭൂമിയിലും സ്വത്തവകാശം അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ അവർക്ക് എന്തുകൊണ്ടാണ് സ്വത്തിന് ഉടമകൾ എന്ന സ്ഥാനം കൊടുത്തത്? അത് അവരുടെ തെറ്റിദ്ധാരണ മൂലമാണ്. അതായത് ബ്രിട്ടനിലെ ഭൂ ഉടമകൾ കുടിയാന്മാരുമായുള്ള ബന്ധം സൂക്ഷിക്കുകയും ഗവൺമെൻറ്റുമായുള്ള ബന്ധം സൂക്ഷിക്കുകയും ചെയ്തു. ഇവിടെ പക്ഷേ ജമീന്ദാർമാർ ഭൂ ഉടമകളല്ല, അവർ നികുതി കൈമാറാനുള്ള ഒരു ഇടനിലക്കാരും മാത്രമാണ്. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അദ്ദേഹം ഒരു കുടിയാൻ മാത്രമാണ്. അപ്പം വരുമാനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഭൂനികുതിയായി നൽകിയ ബ്രിട്ടീഷ് ഉടമയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ജമീന്ദാർമാർ ഉടമയാണെന്ന് കരുതപ്പെടുന്ന ഭൂമിയിൽ നിന്ന് അവർ നികുതി പിരിച്ചെടുക്കുകയും അത് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളെ ഭൂമിയിൽ നിന്ന് അപമാനകരമായ രീതിയിൽ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു ജമീന്ദാർ മാത്രമായിരുന്നു ഇന്ത്യയിലെ ജമീന്ദാർമാർ അഥവാ ഭൂവുടമകൾ. ഇനി രാഷ്ട്രീയമായും സാമ്പത്തികമായും ഭരണപരമായും എളുപ്പമായതിനാലാണ് ജമീന്ദാർമാരെ ഭൂവുടമകളായിട്ട് അംഗീകരിക്കാൻ അവർ തീരുമാനമെടുത്തത്. അതായത് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. അതായത് ഒന്നാമത് ബുദ്ധിപരമായ രാജ്യതന്ത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. രാഷ്ട്രീയ സഖ്യകക്ഷികളെ ഒന്നാമത് അവർ ബുദ്ധിപരമായി എടുത്തൊരു തീരുമാനമാണ്. അക്കാലത്തെ രാഷ്ട്രീയ സഖ്യകക്ഷികളെ സൃഷ്ടിക്കേണ്ട ആവശ്യം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യയിൽ വിദേശികളായതുകൊണ്ട് തങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും മധ്യേ ഒരു തടയായി നിൽക്കുന്ന പ്രാദേശിക പിന്തുണ നേടിയെടുക്കണമെങ്കിൽ അവിടെയുള്ള ജമീന്ദാർമാരെ സ്വാധീനിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് പിടിച്ച് ഭൂവുടമകളാക്കി മാറ്റിയത്. 18-ാം നൂറ്റാണ്ട് അവസാന പാദത്തിൽ ബംഗാളിൽ അനേക ജനകീയ കലാപങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ വാദത്തിന് കാലിക പ്രസക്തി ഉണ്ടായിരുന്നു. അതായത് അവർ ആ കാലത്ത് കുറേയധികം ജനകീയ കലാപങ്ങൾ ഉള്ളത് കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും ഇടയിൽ ഒരു ഇടനിലക്കാരെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ധനികരും ഉന്നത പദവികളുള്ളവരുമായ ജമീന്ദാർമാരുടെ ഒരു വർഗത്തെ കൊണ്ടുവന്നു. ഈ വർഗം നിലനിൽപ്പിന് ബ്രിട്ടീഷുകാരോട് കടപ്പെട്ടിരുന്നവരും സ്വന്തം താല്പര്യത്താൽ തന്നെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരുമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ വാസ്തവത്തിൽ ശരിയാണെന്ന് പിന്നീട് അവർക്ക് വ്യക്തമായി. ജമീന്ദാർമാർ ഒരു വർഗം എന്ന നിലയിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്ന സ്വതന്ത്ര പ്രസ്ഥാനത്തിനെതിരെ വിദേശ ഗവൺമെൻറ്റിനെ അവർ പിന്തുണച്ചു. അതായത് ജമീന്ദാർമാർ ഒരു വർഗമായിട്ട് അവർ വളർന്നു വന്നു. അവർ
അവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരെ അവർ വിദേശ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അതായത് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ ജമീന്ദാർമാരെ എതിരായിരുന്നു, അവർ വിദേശ ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു അവരുടെ നയങ്ങൾ. രണ്ടാമത്തേത് ഒരു പക്ഷേ മുഖ്യമായ ഉദ്ദേശം സാമ്പത്തിക സുരക്ഷിതമായിരിക്കാം. അതായത് 1790 രണ്ടാമത്തെ വെച്ചാൽ സാമ്പത്തിക സുരക്ഷിതത്വമാണ് അവരുടെ ഉദ്ദേശം. 1793 മുമ്പ് മുഖ്യ വരുമാന സ്രോതസ്സായിട്ടുള്ള ഭൂമിയിലെ കയറ്റിറക്കുമതികൾ കാരണം കമ്പനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കമ്പനി എന്നും സാമ്പത്തികമായിട്ട് അരക്ഷിതാവസ്ഥ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആക്രമണ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സൈന്യത്തിൻ്റെയും ബംഗാൾ, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിലെ ഉദ്യോഗവൃന്ദത്തിൻ്റെയും കയറ്റുമതിക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയും ചെലവുകൾ ബംഗാളിലെ നികുതി വരുമാനത്തിൽ നിന്നും വേണം അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെൻറ്റ് വരുമാനത്തിൽ ഒരു സ്ഥിരത ഉറപ്പുവരുത്തി പുതുതായി സൃഷ്ടിക്കപ്പെട്ട ജമീന്ദാർമാരുടെ സ്വത്തുകൾ ഇതിൻ്റെ ഒരു ഈടായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല മുമ്പത്തേക്കാളും ഉയർന്ന ഒരു ഭൂനികുതി നിർണയിച്ചതുകൊണ്ട് കമ്പനിയുടെ വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാൻ പെർമനന്റ് സെറ്റിൽമെൻറ്റ് സഹായിക്കുകയും ചെയ്തു. വളരെ കുറച്ച് ജമീന്ദാർമാരിലൂടെ ഭൂനികുതി പിരിക്കുന്നതിന് ലക്ഷക്കണക്കിന് കൃഷിക്കാരുമായി ഇടപെടുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരുന്നു ഈ ഇടനിലക്കാരായ ജമീന്ദാർമാരുമായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത്തേത് പെർമനന്റ് സെറ്റിൽമെൻറ്റ് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഭാവിയിൽ ജമീന്ദാർമാരുടെ വരുമാനം വർദ്ധിച്ചാലും ഭൂനികുതി വർദ്ധിക്കുകയില്ല എന്നതുകൊണ്ട് കൃഷി വ്യാപിപ്പിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും ബ്രിട്ടനിലെ ഭൂവുടമകൾക്ക് കഴിഞ്ഞതുപോലെ ജമീന്ദാർമാർക്കും കഴിയുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. പെർമനന്റ് സെറ്റിൽമെൻറ്റ് അതായത് സ്ഥിരമായ ജമീന്ദാരി നികുതി നിർണയം പിന്നീട് അവർ ഒറീസയിലേക്കും മദ്രാസിൻ്റെ ഉത്തര ജില്ലകളിലേക്കും വാരണാസി ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട്. മധ്യേന്ത്യയുടെ ഭാഗങ്ങളിലും അവധിലും ബ്രിട്ടീഷുകാർ താൽക്കാലികമായ ഒരു ജമീന്ദാരി സെറ്റിൽമെൻറ്റ് അവതരിപ്പിച്ചു. ഇതനുസരിച്ച് ജമീന്ദാർമാർ ഭൂമിയുടെ ഉടമസ്ഥരാക്കപ്പെടുകയും അടയ്ക്കേണ്ട നികുതി കാലാകാലങ്ങളിൽ പുനർനിർണ്ണയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിദേശ ഭരണാധികാരികളെ വിശ്വസ്തമായി സേവിച്ച വ്യക്തികൾക്ക് ഭൂമി നൽകുന്ന സമ്പ്രദായം ഗവൺമെൻറ് ആരംഭിച്ചതോടുകൂടി ഇന്ത്യയിലാകമാനം മറ്റൊരു കൂട്ടം ഭൂവുടമകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലൊക്കെ നിലനിന്നിരുന്ന സ്ഥിരമായ ജമീന്ദാരി നികുതി നിർണയ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി റൈറ്റ് വാലി സെറ്റിൽമെൻറ്റ് ദക്ഷിണ പശ്ചിമ ഇന്ത്യയിലും ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കുന്നതോടുകൂടി ഭൂമി നിർണയ സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങളുണ്ടായി. ഭൂനികുതി തീർപ്പിലെത്താൻ കഴിയുന്നവരായി വലിയ കൃഷിഭൂമിയുള്ള ജമീന്ദാർമാർ ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നും ജമീന്ദാരി സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നും ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. റീഡിൻ്റെയും മൺറോയുടെയും നേതൃത്വത്തിൽ മദ്രാസിലുള്ള പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ അഭിപ്രായത്തിൽ ഭൂനികുതി തീർപ്പ് അതിനാൽ യഥാർത്ഥ കൃഷിക്കാരുമായിട്ട് നേരിട്ട് നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. ജമീന്ദാർമാരുമായ നികുതി പങ്കുവെക്കേണ്ടി വരുന്നതിനാലും കൃഷിഭൂമിയിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്ന വരുമാനത്തിൽ പങ്കുപറ്റാനാകാത്തതിനാലും പെർമനന്റ് സെറ്റിൽമെൻറ്റിന് കീഴിൽ കമ്പനിക്ക് സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. മാത്രമല്ല കൃഷിക്കാർ ജമീന്ദാറുടെ കാരുണ്യത്തിലാണ് കഴിയുന്നത്, ജമീന്ദാർക്ക് മനോഗതം പോലെ കഷ്ടപ്പെടുത്താൻ കഴിയുമെന്നുള്ളതും അവർക്ക് മനസ്സിലായി. അവർ നിർദ്ദേശിച്ച റൈറ്റ് വാലി സെറ്റിൽമെൻറ്റിന് കീഴിൽ കൃഷിക്കാരനെ ഭൂമിയുടെ ഉടമസ്ഥനായിട്ട് അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ മുമ്പുണ്ടായിരുന്ന സമ്പ്രദായത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് റൈറ്റ് വാലി എന്ന സമ്പ്രദായം എന്നാണ് വക്താക്കൾ അവകാശപ്പെടുന്നത്. മൺറോ പറയുന്നുണ്ട്, ഇന്ത്യയിൽ എല്ലായ്പ്പോഴും നിലനിന്ന സമ്പ്രദായം ഇതുതന്നെയാണ്. റൈറ്റ് വാലി സെറ്റിൽമെൻറ്റ് ഒടുവിൽ മദ്രാസ്, ബോംബെ പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടപ്പിലാക്കി. റൈറ്റ് വാലി സമ്പ്രദായത്തിലെ തീർപ്പ് ശാശ്വതമായിരുന്നില്ല. 20 മുതൽ 30 വരെ വർഷങ്ങൾക്കുള്ളിൽ ഈ നികുതി പുനർനിർണയം നടത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ കർഷകർക്ക് സ്വത്തവകാശമുള്ള ഈ ഒരു സമ്പ്രദായം റൈറ്റ് വാലി സെറ്റിൽമെൻറ്റിലൂടെ നിലവിൽ വന്നിട്ടില്ല. അനേകം ജമീന്ദാർമാർക്ക് പകരം ഒരൊറ്റ ജമീന്ദാർ ഗവൺമെൻറ്റാണ് ഉള്ളതെന്നും ഗവൺമെൻറ്റിൻ്റെ കുടിയാന്മാർ മാത്രമാണെന്നും കൃത്യമായിട്ട് നികുതി അടച്ചില്ലെങ്കിൽ ഭൂമി വിൽക്കപ്പെടുമെന്നും കർഷകന് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റി. വാസ്തവത്തിൽ ഭൂനികുതി ഒരു നികുതിയല്ല, പട്ടമാണെന്ന് പിന്നീട് ഗവൺമെൻറ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു.
ഭൂമിയിലെ കൃഷിക്കാരൻ്റെ സ്വത്തവകാശം മറ്റു 3 കാരണങ്ങളായിട്ടും ഫലവത്താകാതെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് കാരണങ്ങൾ? മിക്ക പ്രദേശങ്ങളിലും നിർണയിക്കപ്പെട്ട ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. ഏറ്റവും അനുകൂലമായ കാലത്ത് പോലും കർഷകന് കഴിക്കാനുള്ള വിള പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. ഉദാഹരണമായി മദ്രാസിലെ ഗവൺമെൻറ് നികുതി നിർണയത്തിൽ അവകാശപ്പെട്ടത് മൊത്ത വിളയുടെ 45 മുതൽ 55% വരെ ഉയർത്തണമെന്നുള്ള ഉയർന്ന തരത്തിലുള്ള 55% വരെയുള്ള നികുതിയാണ്. ബോംബെയിലും ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഭൂനികുതി വർദ്ധിപ്പിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. വരൾച്ചയിലും വെള്ളപ്പൊക്കത്തിലും വിള ഭാഗികമായോ മൊത്തമായോ നശിച്ചാലും കർഷകന് നികുതി അടക്കൽ നിർബന്ധമുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ റൈറ്റ് ടു വാരി സെറ്റിൽമെന്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് ദക്ഷിണ പശ്ചിമ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നികുതി നയമായിരുന്നു റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്. ഇത് പ്രകാരം കൃഷിക്കാരനെ ഒരു ഭൂമിയുടെ ഉടമയാക്കി മാറ്റുകയും നേരിട്ട് കർഷകരിൽ നിന്ന് നികുതി പിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. അതായത് പെർമനന്റ് സെറ്റിൽമെന്റിന്റെ അപാകതകൾ, പെർമനന്റ് സെറ്റിലൂടെ നികുതി പൂർണ്ണമായിട്ടും കിട്ടില്ല എന്നും ജമീന്ദാർമാർ കർഷകരെ കഷ്ടപ്പെടുത്തും എന്നുള്ള കുറേ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇതിനു മുമ്പ് എല്ലായ്പ്പോഴും നിലനിന്ന സിസ്റ്റം ഇതായിരുന്നു എന്ന് ഇതിന്റെ മൺട്രോ പോലുള്ള ഇതിന്റെ വക്താക്കൾ പറയുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു നികുതി അനുസരിച്ച് 20 മുതൽ 30 വരെ വർഷം കഴിയുമ്പോൾ ഈ നികുതി പുതുക്കാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. കർഷകർക്ക് സ്വത്തവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അതിനെ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ആ ഭൂമി അവർക്ക് ഭൂമി അവർ വിൽക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മിക്ക പ്രദേശങ്ങളിലും നിർണ്ണയിക്കപ്പെട്ട ഭൂനികുതി വളരെ ഉയർന്നതായിരുന്നു. ഏറ്റവും അനുകൂലമായ കാലത്ത് പോലും കർഷകന് കഴിക്കാനുള്ള വിള ബാക്കി വെക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. 45 മുതൽ 55% വരെ നികുതിയായിട്ട് അവർ വാങ്ങി. അതിൻ്റെ ബാക്കി വരുന്ന 45% കർഷകന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭൂനികുതി വർദ്ധിപ്പിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുപോലെ വരൾച്ചയിലും വെള്ളപ്പൊക്കത്തിലും വിള ഭാഗികമായിട്ടോ മൊത്തമായിട്ടോ നശിച്ചാലും അവർ നികുതി നൽകേണ്ടത് ആവശ്യമായിരുന്നു. ഇനി എന്താണ് മഹൽവാരി സമ്പ്രദായം എന്ന് നോക്കാം. ഗംഗാതടത്തിലും നോർത്ത് വെസ്റ്റ് പ്രദേശങ്ങളിലും മധ്യേന്ത്യയുടെ ഭാഗങ്ങളിലും പഞ്ചാബിലും നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമായിരുന്നു ഏത്? മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു തരം പരിഷ്കരിക്കപ്പെട്ട ജമീന്ദാരി സെറ്റിൽമെന്റ് തന്നെയാണ്. നികുതി തീർപ്പ് നടപ്പിലാക്കിയത് ഗ്രാമങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ വൻകിട കൃഷിഭൂമികളായിട്ട് മഹലുകളായിട്ട് തിരിച്ച് ഭൂവുടമകളോടും അതല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെയോ മഹലിൻ്റെയോ ഭൂവുടമകളെന്ന് കൂട്ടായി അവകാശപ്പെട്ട കുടുംബങ്ങളുടെ തലവന്മാരോടും ആണ് അവർ നികുതി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഞ്ചാബിൽ ഗ്രാമ സമ്പ്രദായം എന്ന പരിഷ്കരിക്കപ്പെട്ട ഒരു മഹൽവാരി സമ്പ്രദായം പഞ്ചാബിൽ നടപ്പിലാക്കി. മഹൽവാരി പ്രദേശങ്ങളിലും ഭൂനികുതി കാലാകാലങ്ങളിൽ പുതുക്കി നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ജമീന്ദാരി സമ്പ്രദായം റൈറ്റ് ടു വാരി സമ്പ്രദായവും രാജ്യത്തിന്റെ പരമ്പരാഗത ഭൂസമ്പ്രദായത്തിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. പരിഷ്കാരത്തിന്റെ നേട്ടങ്ങൾ കർഷകർക്ക് ലഭ്യമാകാത്ത രീതിയിൽ ബ്രിട്ടീഷുകാർ ഭൂമിയിലെ പുതിയ സ്വത്തവകാശ രൂപം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാജ്യത്താകമാനം ഭൂമി വിൽക്കുകയും പണയപ്പെടുത്തുകയും അന്യാധീനപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം സംരക്ഷിക്കുന്നതിനാണ് മുഖ്യമായും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ അവകാശമില്ലാത്തതാണ് ഭൂമി എങ്കിൽ കരമടയ്ക്കത്തക്കവണ്ണം സമ്പാദ്യമോ സ്വത്തോ ഇല്ലാത്ത ഒരു കർഷകനിൽ നിന്ന് ഭൂനികുതി പിരിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതെ വരും. അപ്പോൾ ഈ ഭൂമി പണയം വെച്ച് പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കുകയോ ചെയ്ത് ഭൂനികുതി അടയ്ക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് ഭൂമിയുടെ മേലെ അവകാശം കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചാൽ ഭൂമി ജപ്തി ചെയ്യാനും തുക കണ്ടുകെട്ടാനും കഴിയും. അതായത് ഭൂനികുതി അടയ്ക്കാതെ വരുമ്പോൾ ആ ഒരു ഭൂമി ജപ്തി ചെയ്യാനും തുക കണ്ടുകെട്ടാനും കഴിയും. ഗവൺമെൻറ് പലപ്പോഴും അങ്ങനെ ചെയ്യാറുമുണ്ട്. ഭൂമിയിൽ സ്വകാര്യ സ്വത്തവകാശം അനുവദിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. സ്വത്തവകാശം ഒരു ഭൂവുടമയെ അല്ലെങ്കിൽ ഒരു കർഷകനെ ഭൂമി മെച്ചപ്പെടുത്തുന്നതിന് പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തമായി വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ചരക്കാക്കി ഭൂമിയെ മാറ്റുന്നതിലൂടെ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഭൂസമ്പ്രദായങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നു.
ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ സ്ഥിരതയെയും തുടർച്ചയെയും അത് ഉലച്ചു കളഞ്ഞു. വാസ്തവത്തിൽ ഗ്രാമീണ സമൂഹത്തിൻ്റെ ഘടന തന്നെ മാറ്റാൻ ഈ ഒരു നികുതി സമ്പ്രദായത്തിന് സാധിച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നികുതി സംവിധാനങ്ങളെ പറയാനുള്ളത്. ഇനി 5th ചാപ്റ്റർ ഭരണ സംവിധാനവും സാമൂഹിക സാംസ്കാരിക നയങ്ങളും എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.